നമസ്കാരം. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി താൻ ഇന്ത്യയിലേക്ക് തിരിക്കുകയാണെന്ന് റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡുമയുടെ അധ്യക്ഷൻ വ്യാസെസ്ലാവ് വൊലോഡിൻ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും ആസൂത്രണം ചെയ്തതായും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത സഖ്യകക്ഷിയായ വൊലോഡിൻ തന്റെ ടെലിഗ്രാം ആപ്പിലെ പോസ്റ്റിൽ പറഞ്ഞു. ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ്. ഞങ്ങൾക്ക് ദീർഘകാലമായി വിശ്വാസവും പരസ്പര പ്രയോജനകരമായ സഹകരണവും ഉണ്ട്. എല്ലാ മേഖലകളിലും സമ്പർക്കങ്ങൾ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് വൊലോഡിൻ അറിയിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2024 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയാണ് റഷ്യ സന്ദർശനം നടത്തിയത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. രാഷ്ട്രീയം, പ്രതിരോധം, ആണവോർജ്ജം, തീവ്രവാദ വിരുദ്ധ സഹകരണം, ബഹിരാകാശ പരിവേഷണം തുടങ്ങി 5 പ്രധാന ഘടകങ്ങളിലായാണ് ഈ പങ്കാളിത്തം വളർന്നു തുടങ്ങിയത്. ഈ വർഷം ആദ്യം നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ ദശകത്തിൽ നിന്നുമുള്ള ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പുനഃക്രമീകരണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലാണ്. റഷ്യയുടെ നടപടികളെ അപലപിക്കേണ്ടതില്ലെന്നത് തീരുമാനിക്കുകയും അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതുകൊണ്ട് ദീർഘകാല നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ നിലനിർത്തി പോരുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി പാശ്ചാത്യ വിപണികളിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം വെട്ടിക്കുറച്ചതോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമായി. തൽഫലമായി ഉഭയകക്ഷി വ്യാപാരം യുദ്ധത്തിന് മുമ്പ് വെറും $12 ബില്യൺ ആയിരുന്നതിൽ നിന്ന് 2023 $65 ബില്യൺ ഉയർന്നു. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചു വരികയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ തന്നെ റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, മെഷീനറി, മെക്കാനിക്കൽ ഉപകരണങ്ങളിൽ. നിലവിൽ ഇന്ത്യ റഷ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് റഷ്യൻ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക വോസ്റ്റോ അക്കൗണ്ടുകൾ തുറക്കാൻ അനുവാദം നൽകിയിരുന്നു. ഇന്ത്യൻ ബാങ്കുകളിൽ പണം സൂക്ഷിക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങളിൽ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പണമിടപാടുകളിലെ പ്രതിസന്ധി ഈ നീക്കത്തിലൂടെ പരിഹരിക്കപ്പെട്ടു. അതേസമയം വർഷങ്ങളായുള്ള സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക പങ്കാളിത്തത്തിൽ കുറവ് വന്നതായി കാണാനാകും. റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയുടെ പങ്ക് 2009 76% ആയിരുന്നത് 2023 36% കുറഞ്ഞു. ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് റഷ്യയ്ക്കപ്പുറം ഒരു പ്രതിരോധ സംഭരണം വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനമാണ് ഈ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം. ഉദാഹരണത്തിന് 2018 2022 ഇടയിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 29% ഫ്രാൻസിൻ്റെതാണ്. ഇത് ഇന്ത്യയുടെ 2ാമത്തെ വലിയ ആയുധ വിതരണക്കാരായി രാജ്യത്തെ മാറ്റി. ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ തന്ത്രത്തിലെ ഈ മാറ്റം അതിൻ്റെ സായുധ സേന നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത, പ്രാദേശിക സുരക്ഷാ ഭീഷണികളെ നേരിടുക, പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിരവധി ഘടകങ്ങളാൽ നയിക്കപ്പെടുന്നവയാണ്. ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ, പ്രത്യേകിച്ച് ഹിമാലയത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ചൈനയുടെ ഭീഷണി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ തന്ത്രപരമായ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. നൂതന സൈനിക ശേഷികൾ ഏറ്റെടുക്കുന്നതിലും അതിൻ്റെ പ്രതികരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആഭ്യന്തര ഉൽപ്പാദനശേഷി വികസിപ്പിക്കുന്നതിലുമാണ് രാജ്യം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റഷ്യൻ മിലിറ്ററി ശേഷിയിലുള്ള ഇന്ത്യയുടെ ആശ്രയത്തെ യുക്രൈൻ സംഘർഷം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്.